ഇന്ന് നമ്മൾ നോക്കുന്നത് അറ്റാക്ക് ഓൺ ടൈറ്റൻ എന്ന ജാപ്പനീസ് അനിമേ ടി വി സീരീസിന്റെ സീസൺ 1-ലെ 5-ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സീസൺ തീരുന്നതിനുള്ളിൽ 30K സബ്സ്ക്രൈബേഴ്സ് ആണ് നമ്മുടെ ടാർഗറ്റ്. സോ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒട്ടും സമയങ്ങളാതെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. വർഷം 850. മനുഷ്യരുടെ പ്രതികാരം അതിവിടെ തുടങ്ങുവാണ്. പെട്ടെന്നാണ് എറിന്റെ പുറകിൽ കൊളോസ്റ്റിയൽ ടൈറ്റൻ വരുന്നത്. ലക്ഷ്യം നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്, അതിനെ വെറുതെ വിടരുത് എന്ന് പറഞ്ഞ് എറിൻ അതിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. 5 വർഷമായല്ലേ നമ്മൾ ഇതുപോലെ ഒന്ന് കണ്ടിട്ട്. അങ്ങനെ ആ ടൈറ്റൻ എറിനെ ആക്രമിക്കാൻ വേണ്ടി പോവാണ്. എന്നാൽ ആ ടൈറ്റനും എറിനെ ആക്രമിക്കാൻ വേണ്ടി വരുന്നുണ്ട്. പക്ഷെ അപ്പോഴാണ് എറിന് ആ കാര്യം മനസ്സിലാവുന്നത്. ആ ടൈറ്റൻ ആ ബീരങ്കികൾ നശിപ്പിക്കാനാണ് നോക്കുന്നത്. അപ്പോ ഗേറ്റ് തകർത്തത് മനഃപൂർവ്വമായിരുന്നോ? മറ്റു ടൈറ്റനുകളെ പോലെയല്ല, ഇതിന് ബുദ്ധിയുണ്ട്. ഇതാണ് പറ്റിയ അവസരം, ഇതിനെ ഇങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് എറിൻ അതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. അതിന്റെ മുകളിലൂടെ ചാടിക്കേറി അതിന്റെ കഴുത്ത് അങ്ങ് വെട്ടാൻ നോക്കുവാണ്. പുറകിലൂടെ വന്ന് അതിന്റെ കഴുത്ത് വെട്ടാൻ ശ്രമിക്കുന്ന സമയത്താണ് വലിയ രീതിയിൽ പുക പോലെ എന്തോ വരുന്നത്. എന്നാലും അതിന്റെ അകത്തുകൂടെ എറിൻ അതിന്റെ തല വെട്ടാൻ വേണ്ടി പോകുന്നു. ഇപ്പൊ വെട്ടുവിടാന്നും പറഞ്ഞ് നോക്കി നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് അത് അപ്രത്യക്ഷമായിരിക്കുവാണ്. ഇത് കണ്ട് എറിന് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. കൊളോസ്റ്റിയൽ ടൈറ്റൻ അപ്രത്യക്ഷമായോ? എറിൻ, നീ അതിനെ കൊന്നോ എന്ന് റെയ്നർ വിളിച്ചു ചോദിക്കുന്നു. ഇല്ല, അത് 5 വർഷം മുൻപത്തെ പോലെ തന്നെ പെട്ടെന്ന് അപ്രത്യക്ഷമായി പോയി. എന്നെ കൊണ്ട് പറ്റിയില്ല, എന്നോട് ക്ഷമിക്ക് എന്ന് എറിൻ പറയുന്നു. നീ എന്തിനാ ക്ഷമ ചോദിക്കുന്നത്? ഞങ്ങളെ കൊണ്ടൊന്ന് അനങ്ങാൻ പോലും സാധിച്ചില്ല. ഹേയ്, നമുക്ക് സംസാരിച്ചു നിൽക്കാൻ സമയമില്ല. ഗേറ്റ് തകർന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആ ടൈറ്റനുകൾ ഇവിടെയും നശിപ്പിക്കും. ഹേയ്, നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നേ? കൊളോസ്റ്റിയൽ ടൈറ്റനെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. വേഗം നിങ്ങൾ HQലോട്ട് തിരിച്ചു പോ. അതിനെ നേരിടാനായില്ലെങ്കിൽ തീർച്ചയായിട്ടും റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ സാർ, നിങ്ങളുടെ വിജയത്തിന് ഞങ്ങളുടെ പ്രാർത്ഥനകൾ എന്ന് കോണി പറയുന്നു. അങ്ങനെ ഓഫീസർ ടൈറ്റനുകളെ നേരിടാൻ മതിലിന് പുറത്തോട്ട് പോകുന്നു. വാൾറോസിലെ ജനങ്ങളെല്ലാം പരിഭ്രാന്തിയോടെ പേടിച്ചോടിക്കൊണ്ടിരിക്കുകയാണ്. ടൈറ്റനുകൾ ഈ ഗേറ്റ് വഴി അകത്തോട്ട് കടന്നാൽ 5 വർഷം മുമ്പ് നടന്നത് വീണ്ടും ആവർത്തിക്കും. അതുകൊണ്ട് എന്ത് വില കൊടുത്തും നമ്മൾ അവരെ തടയണം. ഇതേ സമയമാണ് അങ്ങോട്ട് ടൈറ്റനുകൾ വരുന്നത്. അവർ ആക്രമിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നു. അങ്ങനെ അവർ ടൈറ്റനുകൾക്ക് നേരെ ഫയർ ചെയ്യുന്നു. ബാക്കി വരുന്ന ടൈറ്റനുകളെ ഇല്ലാതാക്കാൻ സർവേ കോപ്സ് പുറപ്പെടുന്നു. മിലിറ്ററി പോലീസ് കോപ്സിലെ ആളുകളോടും യുദ്ധം ചെയ്യാൻ വേണ്ടി കമാൻഡർ ഉത്തരവിടുന്നു. ഹേയ്, നീ പേടിക്കണ്ട, ഞാനുള്ളപ്പോ നിനക്കൊന്നും പറ്റില്ല എന്നാ കപ്പിൾസ് പറയുവാണ്. ഇതേ സമയമാണ് മിക്കാസ ആരെയോ തെരഞ്ഞുകൊണ്ട് നടക്കുന്നത്. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ആർവിൻ എന്ന് എറിൻ ചോദിക്കുന്നു. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇതിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് എന്നെ കരകയറും. നമ്മളൊക്കെ ഇപ്പൊ ഒരു കുഴിയിലാണ്. ഇത്ര പെട്ടെന്ന് ആ ധൈര്യം കളയാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. മാത്രമല്ല, അതിനടുത്ത് കിടക്കുന്ന ആ പാറ ഒന്ന് നീക്കാൻ പോലും നമ്മളെ കൊണ്ട് പറ്റില്ല. മതിലിനുണ്ടായ വിടവ് അതടയ്ക്കാൻ പറ്റാതെ ഇവിടെയും നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും. അങ്ങനെ പോയാ വാൾറോസും അവർ തകർക്കും. അവസാനം മനുഷ്യരാരും ബാക്കിയുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആർവിൻ. ഒന്നും സംഭവിക്കില്ല, കാര്യങ്ങൾ പഴയതുപോലെയല്ല. മനുഷ്യർ ഇവർക്ക് മുമ്പിൽ തോറ്റു കൊടുക്കില്ല എന്ന് എറിൻ പറയുന്നു. ഇതിനോടകം തന്നെ വാൾറോസിനകത്തോട്ടും ഒരുപാടധികം ടൈറ്റൻസ് കയറിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാതെ വാൾസീനയുടെ അകത്തിരുന്ന് ചെസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് രാജാവും അവിടുത്തെ ഓഫീസറും. പെട്ടെന്നാണ് അങ്ങോട്ടൊരു സർവേ കോപ്സ് ഉദ്യോഗസ്ഥൻ ഓടി വരുന്നത്. ട്രസ്റ്റ് നഗരത്തിൽ കൊളോസ്റ്റിയൽ ടൈറ്റൻ പ്രത്യക്ഷപ്പെട്ടു. നഗര കവാടം തകർന്നു. ഈ വാർത്ത കേട്ട് രാജാവും എല്ലാവരും ഒരു നിമിഷം ഞെട്ടുന്നു. ഇതേ സമയമാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു കുപ്പി എടുത്ത് കുടിച്ച് ആ കമാൻഡർ ഇത് കൊള്ളാമെന്ന് പറയുന്നത്. പുള്ളിക്കാരൻ കൂളായിട്ട് അവിടെ നിന്നും നടന്നു പോവാണ്. ഹേ പിക്കീസിയസ്, നിൽക്ക്, പോവല്ലേ. ഇവിടെ വിട്ടുപോവാൻ ഞാൻ നിങ്ങളെ സമ്മതിക്കില്ല. സൈനികരെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവാ, എന്നിട്ട് എന്നെ സംരക്ഷിക്ക് എന്ന് ആ രാജാവ് വിളിച്ചു പറയുന്നു. അവിടെ ട്രസ്റ്റിൽ ഒരുപാട് സൈനികർ ജീവൻ പണയം വെച്ച് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സംസാരിച്ചു നിന്നാൽ അവരൊക്കെ മരിച്ചു വീഴും. അവരെ വിട്ടേക്ക്, അവരുടെ ജീവനൊന്നും വലിയ വിലയില്ല. എന്നെ ചെസ്സിൽ പോലും തോൽപ്പിക്കാൻ പറ്റാത്ത നീ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാ എന്നാ രാജാവ് ചോദിക്കുന്നു. അതാലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല ലോർഡ് ബാർട്ട്. മത്സരം അത് ടൈറ്റനുകളുമായിട്ടാണെങ്കിൽ ചീഫ് ഒരിക്കലും മനഃപൂർവ്വം തോറ്റു കൊടുക്കാറില്ല എന്നൊരു ഓഫീസർ പറയുന്നു. പുറപ്പെടാൻ സമയമായി ബാർട്ട്, എന്നത്തെയും പോലെ സമാധാനമായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞ് കമാൻഡർ അവിടെ നിന്നും പോകുന്നു. പിന്നീട് ഒരു കാര്യം വെളിപ്പെടുത്തുവാണ്. ടൈറ്റനുകളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ബീരങ്കികളും 3D മാനുവൽ ഗിയറും ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് നേരെ പെട്ടെന്ന് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി മതിലുകൾക്ക് മുകളിൽ ബീരങ്കികൾ സ്ഥാപിച്ചു. അത് പ്രതിരോധം ശക്തിപ്പെടുത്താൻ സഹായിച്ചു. 2 തരം ബീരങ്കികളാണ് മതിലിന് മുകളിലുള്ളത്. ഗ്രേപ്പ് ഷൂട്ട്, അതുപയോഗിച്ച് അവരെ കൊല്ലാൻ സാധിക്കില്ലെങ്കിലും അവരുടെ മൂവ്മെന്റ്സിൽ വേഗത കുറക്കാൻ അത് സഹായിക്കും. പിന്നെയുള്ളത് പൊട്ടിത്തെറിക്കുന്ന തരം സെല്ലുകളാണ്. അതുപയോഗിച്ച് വലിയ രീതിക്ക് തന്നെ ഡാമേജ് ഉണ്ടാക്കാൻ സാധിക്കും. എന്നാൽ അത് എയിം ചെയ്യാൻ കുറച്ചധികം കഷ്ടപ്പാടാണ്. ഹേയ്, എല്ലാവരും ഗരിസണിന്റെ നേതൃത്വത്തിൽ അതാത് സ്ക്വാഡുകൾക്കൊപ്പം നിൽക്കൂ എന്ന് അവിടുത്തെ കമാൻഡർ വിളിച്ചു പറയുന്നു. വിവര കൈമാറ്റം, വിതരണം, ശുചീകരണം എന്നിവയാണ് നിങ്ങളുടെ ചുമതല. ഗരിസൺ ഇന്റർസ്പെഷൻ സ്ക്വാഡ് 3 നിരയിൽ നിന്നും പോരാടും. നിങ്ങളുടെ നേതൃത്വത്തിൽ ട്രെയിനിങ് സ്ക്വാഡ് മധ്യഭാഗം സംരക്ഷിക്കും. ഗരിസൺ എലൈറ്റ് സ്ക്വാഡ് പിൻഭാഗത്തെയും സംരക്ഷിക്കും.
ഇപ്പൊ കിട്ടിയ റിപ്പോർട്ട് പ്രകാരം മുൻനിരയിൽ ഉണ്ടായിരുന്ന സ്ക്വാഡ് അതിനകം കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഇത് കേട്ട് എല്ലാവരും ഞെട്ടുന്നു. ഗേറ്റ് തകർന്നതുകൊണ്ട് ടൈറ്റനുകൾ ഉള്ളിൽ കയറി. മാത്രമല്ല വാൾറോസ് ഗേറ്റ് തകർക്കാൻ വേണ്ടി ആർമേഡ് ടൈറ്റൻ ഏത് നിമിഷവും പ്രത്യക്ഷപ്പെടാം. ഇത് കേട്ട് ആളുകൾ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഹേ സൈലൻസ്, ഇപ്പൊ മുൻനിരയിൽ മാത്രമാണ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഓപ്പറേഷന് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ജനങ്ങളെ ഒഴിപ്പിക്കുന്നത് വരെ വാൾറോസിനെ പ്രൊട്ടക്ട് ചെയ്യുക. അവസാനമായി ഒരു കാര്യം കൂടി, ശത്രുവിനെ ഭയന്ന് പിന്മാറുന്നവർക്ക് വധശിക്ഷയാണ് കിട്ടാൻ പോകുന്നത്. അങ്ങനെ എല്ലാവരും യുദ്ധത്തിന് തയ്യാറാവുകയാണ്. ഇതേ സമയം പേടിയുള്ളവരൊക്കെ മാറിയിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതേ സമയമാണ് ജിൻ എറിനെ പോയി ഇടിക്കുന്നത്. ഓ, വഴിയിൽ നിന്നും മാറി നിൽക്കടാ. ഏയ് ജിൻ, എന്താ പ്രശ്നം എന്ന് എറിൻ ചോദിക്കുന്നു. നീ ഇവിടെ നടക്കുന്നൊന്നും കാണുന്നില്ലേ? നിന്റെ കണ്ണിൽ എന്താ കുരുവാണോ? നിനക്ക് സർവേ കോപ്സിൽ ചേരണമെങ്കിൽ നീ ചേര്. ടൈറ്റൻസിന് ഭക്ഷണമാവണമെങ്കിൽ നീ ആയിക്കോ. നാളെ മുതൽ ഉള്ളിലെ മതിലുകൾക്കുള്ളിൽ ജീവിക്കേണ്ടവനായിരുന്നു ഞാൻ. നീ ഒന്ന് അടങ്ങ്. അടങ്ങിയിട്ട് ഞാൻ പോയി ചാവണോ? വേണ്ട, നീ ഒന്ന് ഓർത്തു നോക്ക്. 3 കൊല്ലം പട്ടിണി കടന്നുണ്ടാക്കിയ പരിശീലനം. അപ്പോഴൊക്കെ എത്ര പ്രാവശ്യം നമ്മൾ മരണത്തെ മുഖാമുഖം കണ്ടു. എത്ര പേർ ശരിക്കും മരിച്ചു. ഓടിപ്പോയവരും പുറത്താക്കപ്പെട്ടവരും വേറെ. പക്ഷേ അതെല്ലാം നമ്മൾ അതിജീവിച്ചു. അതുപോലെ ഇതും അതിജീവിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എറിനിത് പറയുന്നത് എല്ലാവരും കേൾക്കുന്നുണ്ട്. എല്ലാം അവസാനിക്കുമ്പോ നാളെ ഉള്ളിലെ മതിലുകൾക്കുള്ളിൽ നീ കാണും ഇല്ലേ എന്നെറിൻ അവനോട് ചോദിക്കുന്നു. ഇതേ സമയം മിക്കാസയും എറിനും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഒരു ഓഫീസർ മിക്കാസയെ വിളിക്കുന്നത്. മിക്കാസയും എറിനെയും വേറെ വേറെ സ്ക്വാഡിലാണ് നിയമിച്ചിട്ടുള്ളത്. മിക്കാസ എറിന്റെ കൂടെ നിൽക്കുമെന്ന് ആ ഓഫീസറിനോട് പറയുന്നുണ്ടെങ്കിലും നിന്റെ അഭിപ്രായം ഇവിടെ ആരും ചോദിച്ചില്ല. ആളുകളെ പെട്ടെന്ന് ഒഴിപ്പിക്കാൻ കിട്ടാവുന്നതിനും കഴിവുള്ള സൈനികരെ ആവശ്യമാണ് എന്നയാൾ അവിടെ നിന്നും പറഞ്ഞു പോകുന്നു. മിക്കാസ ഓരോന്ന് പറഞ്ഞ് പിന്മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എറിൻ മിക്കാസയോട് പോവാൻ പറയുന്നു. വെറുതെ സമയം കളയരുത്, മനുഷ്യരെ ബാധിക്കുന്ന വിഷയമാണ്. ഞാൻ ആലോചിച്ചില്ല, ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവുമെന്ന് ഞാൻ ആലോചിച്ചില്ല. എനിക്ക് നിന്നോട് ഒരു അപേക്ഷയുണ്ട്. യുദ്ധം ചെയ്ത് ഒരിക്കലും മരിക്കരുത്. ഇത് കേട്ട് എറിൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോകുന്നു. ഇല്ല, മരിക്കില്ല. ഇവിടെ കിടന്ന് മരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഈ ലോകത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ഞാൻ മരിക്കില്ല. ചരിത്ര രേഖകളിൽ പോലും ടൈറ്റൻസിന്റെ ഉത്ഭവം എങ്ങനെയാണെന്നറിയില്ല. ടൈറ്റൻസിനെ പറ്റി പഠിച്ച കാര്യങ്ങൾ അവൻ ആലോചിക്കുന്നു. ഇപ്പോൾ ടൈറ്റൻസിനെ പറ്റി നമുക്ക് കിട്ടിയ വിവരങ്ങളെല്ലാം തന്നെ സർവേ കോപ്സിന്റെ റിപ്പോർട്ടർമാർ പറഞ്ഞു തന്നതാണ്. ടൈറ്റനുകൾക്ക് മനുഷ്യരെ പോലെ ബുദ്ധിയോ ചിന്താശേഷിയോ ഇല്ല. അതുകൊണ്ട് തന്നെ അവർ ആശയവിനിമയം നടത്തുന്നതിനെ പറ്റി യാതൊരുവിധ അറിവുമില്ല. അടിസ്ഥാനപരമായി മറ്റ് ജീവികളിൽ നിന്നും വളരെ വ്യത്യസ്തരാണ് ടൈറ്റൻസ്. പ്രത്യുൽപാദന അവയവങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഇവരുടെ പ്രത്യുൽപാദനം എങ്ങനെയാണെന്ന് അറിയില്ല. ഇവയിൽ ഭൂരിഭാഗ എണ്ണത്തിനും പുരുഷ ശരീരത്തിന്റെ രൂപസാദൃശ്യമുണ്ട്. അവരുടെ ശരീരത്തിന്റെ താപനില വളരെയധികം ഉയർന്നതാണ്. മനുഷ്യരല്ലാത്ത ഒരു ജീവികളെയും അവർ ആക്രമിക്കാറില്ല. മനുഷ്യരെയാണ് അവരുടെ ലക്ഷ്യം. പക്ഷെ ഈ കാര്യം ഒന്നുകൂടി പരിശോധിച്ചു നോക്കുമ്പോൾ മനുഷ്യരെ ഭക്ഷണമാക്കാതെ അവർ 100ഓളം വർഷം ജീവിച്ചു. അതിൽ നിന്നും നമുക്ക് മനുഷ്യരെ കഴിക്കുന്നത് അവരുടെ ഉപജീവനത്തിന് വേണ്ടിയല്ല എന്ന് മനസ്സിലാക്കാം. മനസ്സിലാവുന്ന ഭാഷയെ പറഞ്ഞ ഇര തേടുകയല്ല, കൊല്ലുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. മാത്രമല്ല മനുഷ്യർ അവരുടെ മുമ്പിൽ തോറ്റുപോകാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ടൈറ്റനുകളുടെ പെട്ടെന്നുള്ള റീജനറേഷൻ കഴിവാണ്. സോ ടൈറ്റൻസിന് റീജനറേറ്റ് ചെയ്യാൻ പറ്റും. പണ്ട് മുതലേ ടൈറ്റൻസിനെ ഇല്ലാണ്ടാക്കാൻ ബീരങ്കികൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അവരെ കൊല്ലാൻ അതിനെ കൊണ്ട് പറ്റില്ലെന്ന് പിന്നീട് മനസ്സിലായി. തല വെട്ടിയെറിഞ്ഞാൽ പോലും അവർ മരിക്കില്ല. ഓരോ ടൈറ്റനും വെവ്വേറെ ആയിരിക്കുമെങ്കിലും വെട്ടിയ തല അവർക്ക് റീജനറേറ്റ് ചെയ്യാൻ നിമിഷ നേരങ്ങൾ മാത്രം മതി. സാർ, അതിനർത്ഥം അതിനെ കൊല്ലാൻ കഴിയില്ലെന്നാണോ എന്നൊരാൾ ചോദിക്കുന്നു. ഏയ് അല്ല, തീർച്ചയായിട്ടും കഴിയും. ടൈറ്റനുകളെ കൊല്ലാൻ ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. ഇവിടെ ലക്ഷ്യം വെക്കുക. ഒരു ടൈറ്റന് ഈ ഭാഗത്ത് നല്ല രീതിക്ക് മുറിവേറ്റാൽ റീജനറേറ്റ് ചെയ്യാൻ പറ്റാതെ അവർ മരിച്ചു പോവും. ഇവിടെയാണ് ഈ 2 ബ്ലേഡുകൾ നിങ്ങളെ സഹായിക്കുന്നത്. വീണ്ടും പ്രസന്റ് ആണ് കാണിക്കുന്നത്. ശരി, ആരാണ് ഏറ്റവും കൂടുതൽ ടൈറ്റനുകളെ കൊല്ലുന്നതെന്ന് നമുക്ക് നോക്കാം എന്ന് റെയ്നർ പറയുന്നു. ശരി, എണ്ണം കൃത്യമായിട്ട് നോട്ട് ചെയ്തോ. അപ്പോഴാണ് ഒരു ഓഫീസർ വാൻകാർഡിന് സപ്പോർട്ട് കൊടുക്കാൻ വിളിച്ചു പറയുന്നത്. അങ്ങനെ അവരെല്ലാവരും ടൈറ്റൻസിന് നേരെ പാഞ്ഞെടുക്കുന്നു. ഓ, ടൈറ്റൻസ് ഇപ്പോഴും ഇവിടെ എത്തിയോ? അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ അവിടെ വേറെ ഗാർഡ്സിനെ ഒന്നും കാണാറില്ല. ഇവരൊക്കെ എന്താ ചെയ്യുന്നേ? ഇവർക്ക് സംസാരം മാത്രമേ ഉള്ളൂ എന്നവർ പറയുന്നു. സ്ഥിതി വളരെ മോശമാണെന്നറിയാം, പക്ഷെ ഇത്രത്തോളം മോശമാണെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് എറിൻ ചിന്തിക്കുന്നു. പെട്ടെന്നാണ് അവരുടെ മുമ്പിലോട്ടൊരു ടൈറ്റൻ ചാടി വീഴുന്നത്. അവർ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാണ്. എന്നാ തോമസ് ആ ടൈറ്റന്റെ കയ്യിൽ പെട്ടുപോയിട്ടുണ്ടായിരുന്നു. അവരുടെ കൺമുൻപിൽ വെച്ച് തോമസിനെ ആ ടൈറ്റൻ അങ്ങ് വിഴുങ്ങുന്നു. നോക്കി നിൽക്കുക എന്നല്ലാതെ അവർക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതൊക്കെ കണ്ട് എറിനെ ദേഷ്യം അടക്കാൻ സാധിക്കുന്നില്ല. തോമസിനെ കൊന്ന നിന്നെ ഞാൻ വെറുതെ വിട്ടില്ലടാ എന്ന് പറഞ്ഞ് ആ ടൈറ്റന്റെ അടുത്തോട്ട് പോകുന്നു. ആ ടൈറ്റനെ കൊല്ലാൻ പോകുന്ന എറിന്റെ മുമ്പിലോട്ട് പെട്ടെന്ന് ഒരു ടൈറ്റൻ വരുവാണ്. എറിന്റെ ഒരു കാലങ്ങ് കടിച്ചു പറിക്കുന്നു. എറിൻ അവിടെ തെറിച്ചു വീഴുവാണ്. ഇത് കണ്ട് എറിന്റെ കൂടെ ഉണ്ടായിരുന്നവർ ഷോക്കാവുന്നു. ഇതേ സമയമാണ് അതിലൊരുത്തനെ ഒരു ടൈറ്റൻ ആക്രമിക്കുന്നത്. അവന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയെയും ആ ടൈറ്റൻ അടിച്ച് താഴെയിടുന്നു. ടൈറ്റന്റെ കയ്യിൽ കടന്ന് ഒരുത്തൻ എന്നെ വിടൂ, എന്നെ വിടൂ എന്ന് പറഞ്ഞ് അലറി കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. ആർവിൻ മാത്രമായിരുന്നു ഇപ്പൊ അവിടെ ബാക്കിയുണ്ടായിരുന്നത്. ഇതൊക്കെ കണ്ട് അവന്റെ കാലുകളെല്ലാം വിറക്കുവാണ്.
അവനെ കൊണ്ട് ഒന്നനങ്ങാൻ പോലും സാധിക്കുന്നില്ല. കൂടെയുള്ളവർ ടൈറ്റൻസിന്റെ ആഹാരമാവുന്നത് നോക്കി നിൽക്കാനേ അവനെ കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. പെട്ടെന്നാണ് അവന്റെ അടുത്തോട്ടൊരു ടൈറ്റൻ വരുന്നത്. കണ്ണുകൾ മാത്രമേ അവനെ കൊണ്ട് അനക്കാൻ സാധിക്കുന്നുള്ളൂ. ആ ടൈറ്റൻ അവനെ പിടിച്ചു പോക്കുവാണ്. അങ്ങനെ അവനെ എടുത്ത് ആ ടൈറ്റൻ വായിലോട്ട് അങ്ങിടുന്നു. തന്റെ ഒരു കാൽ നഷ്ടപ്പെട്ട് ഒന്നനങ്ങാൻ പോലും സാധിക്കാതെ എറിൻ അപ്പുറത്ത് കടക്കുന്നുണ്ട്. ഏയ് എറിൻ എന്ന് ആർവിൻ വിളിക്കുന്നു. പഴയ കാര്യം അവൻ ആലോചിക്കുകയാണ്. നീ ഇത് കണ്ടോ? അപ്പൂപ്പന്റെ കയ്യിൽ നിന്നും കിട്ടിയതാണ്. പുറം ലോകത്തെ പറ്റിയുള്ള നിറയെ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. എന്ത് പുറം ലോകത്തെ പറ്റിയുള്ള കാര്യങ്ങളോ? അത് കുറ്റകരമല്ലേ? നിന്നെ മിലിറ്ററി പോലീസ് പിടിക്കും. ഇപ്പോഴൊന്നും അതിനെപ്പറ്റി ചിന്തിക്കാനുള്ള സമയമല്ല എന്ന ആകാംക്ഷയോടെ ആർവിൻ പറയുന്നു. ലോകത്തിന്റെ കൂടുതൽ ഭാഗവും സമുദ്രം എന്നറിയപ്പെടുന്ന ജലാംശമാണ്. മാത്രമല്ല ഈ സമുദ്രം മൊത്തം ഉപ്പുവെള്ളമാണ്. എന്ത് ഉപ്പോ? ശരിക്കും അങ്ങനെയാണെങ്കിൽ ഉപ്പ് മാത്രം വിറ്റ് ജീവിക്കാലോ. എല്ലാവരും അത് പെട്ടെന്ന് തീർക്കുകയും ചെയ്യല്ലോ. ഏയ് ഇല്ല, അതങ്ങനെ ഒന്നും തീരില്ല. സമുദ്രം എന്ന് പറയുന്നത് അത്രയും വലുതാണ്. ഏയ് അതൊക്കെ ചുമ്മാ പറയുന്നതാ. അല്ല, ഉപ്പൊക്കെ വെറും തുടക്കം മാത്രമാണ്. വെള്ളം പോലെയുള്ള തീ, ഐസ് കൊണ്ട് നിർമ്മിച്ച ഭൂമി, മണല് മാത്രമല്ല വലിയ പാടങ്ങൾ. മതിലുകൾക്ക് അപ്പുറത്തുള്ള ലോകം ഒരുപാട് വലുതാ. മതിലുകൾക്ക് അപ്പുറത്തുള്ള ലോകമോ? അതെ, നീ ഇതാരോടും പറയരുത്. എന്റെ അമ്മയും അച്ഛനും മതിലുകൾക്ക് അപ്പുറത്ത് പോവോ എന്ന് പറഞ്ഞു. മതിലിന് അപ്പുറത്തേക്കോ? എറിൻ, നമുക്കും മതിലുകൾക്ക് അപ്പുറത്തോട്ട് പോയി ഇതൊക്കെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ ഒരുപാട് നന്നായിരുന്നല്ലേ. പിന്നീട് പ്രസന്റ് ആണ് കാണിക്കുന്നത്. ആ ടൈറ്റന്റെ വായിലോട്ട് ഇറങ്ങിപ്പോകുന്ന ആർവിനെ രക്ഷിക്കുവാണ് എറിൻ. അതിന്റെ വായയുടെ അകത്ത് കയറി അവനെ എടുത്ത് പുറത്തിടുന്നു. എറിൻ എന്ന് ആർവിൻ വിളിക്കുന്നു. ഇങ്ങനെ ഒരു സമയത്ത് കടന്ന് ഞാൻ മരിക്കില്ല. ആർവിൻ, നീയാണ് എനിക്ക് കാണിച്ചു തന്നത്. ഞാൻ പോകും പുറത്തുള്ള ലോകത്തേക്ക്. എറിൻ വേഗം വാ എന്ന് ആർവിൻ വിളിച്ചു പറയുന്നു. പെട്ടെന്ന് തന്നെ ആ ടൈറ്റൻ എറിനെ അങ്ങ് കടിക്കുന്നു. എറിന്റെ ഒരു കൈ അങ്ങ് തെറിച്ചു പോവാണ്. ആ ടൈറ്റൻ എറിനെ അങ്ങ് വിഴുങ്ങുന്നു. നടന്നതൊന്നും വിശ്വസിക്കാൻ പറ്റാതെ ആർവിൻ അവനെ തന്നെ നോക്കി നിൽക്കുന്നു. എന്തോ സംഭവിച്ചതായിട്ട് ഒരുപാട് ദൂരെയുള്ള മിക്കാസയ്ക്ക് തോന്നുവാണ്. സോ അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. പുറംലോകം എന്താണെന്ന് കാണിച്ചു കൊടുത്ത ആർവിനെ രക്ഷിക്കാൻ വേണ്ടി എറിൻ തന്റെ ജീവൻ കളഞ്ഞിരിക്കുകയാണ്. സോ കഥാനായകൻ മരിച്ചു. ഇനി എന്താ നോക്കിയിരിക്കുന്നേ? പോയി വല്ലതിരുന്ന് പഠിക്കടേ. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരാം. അതുവരെയും ബൈ.